ഒരു മുൻ USIS ഉദ്യോഗസ്ഥൻ 10 വർഷത്തിലേറെ പരിചയമുള്ളയാൾ. ഈ ഉദ്യോഗസ്ഥൻ മുമ്പൊരു സൂപ്പർവൈസറായിരുന്നു. മിസോറിയിലെ നാഷണൽ ബെനിഫിറ്റ് സെന്ററിൽ അദ്ദേഹം വിപുലമായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. I-130 സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, വാവ കേസുകൾ എന്നിവ പോലുള്ള അപേക്ഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. 2025 മെയ് മാസത്തിൽ അദ്ദേഹത്തെ ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. അടുത്തിടെ ഏജൻസിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. US ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് ജെ സപ്പോക്കിൻക് പുറത്തുവിട്ട വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത്. രണ്ടാം ട്രംപ് സർക്കാരിൻ്റെ നയങ്ങൾ നിയമപരമായ കുടിയേറ്റത്തെ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2025 ജനുവരി മുതൽ USIS-ൽ വലിയ തോതിലുള്ള ജീവനക്കാരുടെ കുറവുണ്ടായി. 4000-ലധികം ആളുകളെയാണ് കുറച്ചത്. ഇത് മൊത്തം ജീവനക്കാരുടെ 12%-ലധികം വരും. ജീവനക്കാർ കുറഞ്ഞെങ്കിലും കൂടുതൽ കേസുകളാണ് ഇപ്പോൾ വരുന്നത്. നിലവിലുള്ള ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നു. അവർക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. അവരുടെ മനോവീര്യം വളരെ കുറവാണെന്നും അദ്ദേഹം പറയുന്നു. റിമോട്ട് വർക്ക് അവസാനിപ്പിച്ച് ജീവനക്കാർ ഓഫീസിലേക്ക് തിരികെ വരേണ്ടി വന്നതാണ് മനോവീര്യം കുറയാനുള്ള ഒരു പ്രധാന കാരണം. കൂടാതെ 2025 ഓഗസ്റ്റിൽ യൂണിയന്റെ കൂട്ടായ വിലപേശൽ കരാർ സർക്കാർ അവസാനിപ്പിച്ചു. 2025 ജീവനക്കാരുടെ സംതൃപ്തി സർവേയും നിർത്തലാക്കി. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദവും അമിത ജോലിയും ഉള്ളതുകൊണ്ട് അവർ കൂടുതൽ തെറ്റുകൾ വരുത്തുന്നുണ്ട്. പല ജീവനക്കാർക്കും തങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്ന മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ ശ്രദ്ധക്കുറവ് കാരണം ഉദ്യോഗസ്ഥർ ഫയലുകൾ ശരിയായി പരിശോധിക്കാതെ തന്നെ അപേക്ഷകർക്ക് പലപ്പോഴും നിരസിക്കലോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുകളോ അയക്കുന്നുണ്ട്. ഇത് അപേക്ഷകരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. USIS-ലെ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് കുടിയേറ്റ ആനുകൂല്യങ്ങൾ പ്രോസസ് ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിയമനിർവഹണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. താൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നു. കാരണം അവർ കുടിയേറ്റ ഉദ്യോഗസ്ഥരായി പരിശീലനം ലഭിച്ചവരാണ്, അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരല്ല. ഇപ്പോൾ അവർക്ക് കേസുകൾ തീർപ്പാക്കുന്നതിന് പകരം ആളുകളെ പരിശോധിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുന്നത്. പുതിയ ആഭ്യന്തര മെമ്മോകൾ പ്രകാരം പശ്ചാത്തല പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയയും സാമ്പത്തിക രേഖകളും പരിശോധിക്കുന്നത് ഉൾപ്പെടുന്നു. 2025 ഫെബ്രുവരിയിൽ വർക്ക് പെർമിറ്റുകൾക്കായുള്ള ഓട്ടോമേഷൻ സംവിധാനം ഏജൻസി നിർത്തലാക്കി. ഈ ഓട്ടോമേഷൻ മുമ്പ് വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗിന്റെ 50% കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാ വർക്ക് പെർമിറ്റുകൾക്കും നേരിട്ടുള്ള പരിശോധന ആവശ്യമാണ്. ഇത് കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാത്തിരിപ്പ് സമയം 50%-ലധികം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അപേക്ഷകർക്ക് വലിയ കാലതാമസം ഉണ്ടാക്കും. നിയമനിർവഹണം വർദ്ധിപ്പിക്കുന്നതിനായി പല USIS ഉദ്യോഗസ്ഥരെയും ICE അല്ലെങ്കിൽ മറ്റ് ഫെഡറൽ ഏജൻസികളിലേക്ക് മാറ്റുന്നുണ്ട്. കൂടാതെ ICEയിൽ നിന്നും മറ്റ് ഫെഡറൽ ഏജൻസികളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ USIS-ലേക്ക് പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. ഈ ജീവനക്കാർക്ക് പലപ്പോഴും കുടിയേറ്റ ആനുകൂല്യങ്ങളെക്കുറിച്ച് ധാരണയില്ല. ഇത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ കാരണം അപേക്ഷകർക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത കുറയുന്നുണ്ട്. ഭാവിയിൽ കേസുകളുടെ കെട്ടിക്കിടപ്പ്, അതായത് ബാക്ക്ലോഗ്സ് വർദ്ധിക്കുമെന്ന് മുൻ ഉദ്യോഗസ്ഥൻ പ്രവചിക്കുന്നുണ്ട്. കൂടുതൽ കേസുകൾ നിരസിക്കാൻ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന്, ഒരു കുടുംബ അപേക്ഷയ്ക്ക് ആവശ്യമായ സാമ്പത്തിക രേഖകളോ അല്ലെങ്കിൽ സ്വത്തുക്കൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിൻ്റെ തെളിവുകളോ പോലുള്ള ഏറ്റവും കുറഞ്ഞ ആവശ്യകതകൾ പാലിക്കുന്നില്ലെങ്കിൽ അതിനെ ഉടൻ തന്നെ നിരസിച്ചേക്കാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകുന്നതിന് പകരം നിരസിക്കുക എന്നതായിരിക്കാം ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനം. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ജോലി എളുപ്പമാക്കാൻ ഉടനടി നിരസിക്കുക എന്ന നയം ഉപയോഗിക്കും. അപേക്ഷകർക്കായി മുൻ ഉദ്യോഗസ്ഥൻ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഉയർന്ന നിലവാരമുള്ളതും ചിട്ടപ്പെടുത്തിയതുമായ അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ രേഖകളും കൃത്യമായി തരംതിരിച്ച് ചിട്ടപ്പെടുത്തണം. ആവശ്യമായതിലും കൂടുതൽ തെളിവുകൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. കൂടുതൽ തെളിവുകൾ നൽകുന്നത് അപേക്ഷയുടെ സാധ്യത വർദ്ധിപ്പിക്കും. രണ്ടാമതായി, അവരുടെ ജോലി എളുപ്പമാക്കുക എന്നുള്ളതാണ്. അമിതമായി ജോലി ചെയ്യുന്നതും സമ്മർദ്ദത്തിലായിരിക്കുന്നതുമായ USIS ഉദ്യോഗസ്ഥന്റെ ജോലി എളുപ്പമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപേക്ഷയോടൊപ്പം ഉള്ളടക്കങ്ങളുടെ ഒരു പട്ടികയോ അല്ലെങ്കിൽ ഒരു ടേബിൾ ഓഫ് കണ്ടന്റോ ചേർക്കുക. രേഖകൾക്ക് ടാബുകൾ ഉപയോഗിക്കുക. നിങ്ങൾ അവരുടെ ജീവിതം എളുപ്പമാക്കിയാൽ അവർ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ നൽകി പ്രതിഫലം നൽകും. നിങ്ങൾ അവരുടെ ജീവിതം സങ്കീർണമാക്കിയാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടും. ഇത് അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്. മൂന്നാമത്തേത്, ഫോമുകൾ സൂക്ഷ്മമായി പരിശോധിക്കുക
പരിശോധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോമുകൾ കുറഞ്ഞത് 50 തവണയെങ്കിലും പരിശോധിക്കുക. ശരിയായ പതിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എല്ലാം ഒപ്പിട്ടിട്ടുണ്ടെന്നും തെറ്റുകളൊന്നും ഇല്ലെന്നും ഉറപ്പാക്കുക. ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ചെറിയ തെറ്റ് പോലും അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമായേക്കാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഫോമുകൾ പൂരിപ്പിക്കാൻ. നാലാമതായി, നല്ല അഭിഭാഷകരുമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെയാണ് നിയമിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. USCIS ഉദ്യോഗസ്ഥർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും വ്യാജമോ അല്ലെങ്കിൽ ദുർബലമോ ആയ കേസുകൾ സമർപ്പിക്കുന്ന അഭിഭാഷകരെ ആഭ്യന്തരമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മോശം അല്ലെങ്കിൽ സംശയകരമായ ഷേഡി റെപ്യൂട്ടേഷനുള്ള ഒരു അഭിഭാഷകനുമായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കേസ് അടയാളപ്പെടുത്തുകയും അപകടത്തിലാവുകയും ചെയ്യും. അതിനാൽ വിശ്വസനീയരും പരിചയസമ്പന്നരുമായ അഭിഭാഷകരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്.